കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അമ്പലം നമുക്കറിയാലേ, എന്നും ഓരോ അത്ഭുതങ്ങളാണ്. ഓരോ വ്യക്തിക്കും ഓരോ തരം അനുഭവങ്ങൾ. അതായത് ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളുണ്ടായിന്ന് പലരും പറയാത്തവരുമുണ്ട്, പറയുന്നവരുമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എത്ര ആൾക്കാരാണ് അവിടെ തൊഴാൻ വരുന്നത്. ഈ തൊഴാൻ വരുന്ന ഓരോരുത്തർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ചിലർക്ക് അനുഭവങ്ങൾ വരില്ല. ചിലർക്ക് ഒരുപാട് തവണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലർ പറയുന്നുണ്ടാവും, ചിലർ പറയാത്തവരുണ്ടാവും. അങ്ങനെ ഗുരുവായൂർ അമ്പലം ശരിക്ക് മിറാക്കിളുകൾ മാത്രം നിറഞ്ഞൊരു അമ്പലമാണ്. ഒരുപാട് രോഗമുള്ളവരുടെ അസുഖങ്ങൾ മാറുന്നു. അതിനു വേണ്ടി ഭഗവാൻ അതുപോലെ ഓരോ അസുഖങ്ങൾ മാത്രമല്ല, ദാരിദ്ര്യമുള്ളവർക്ക് ദാരിദ്ര്യം മാറുന്നു. നേരിട്ട് ഭഗവാന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ എത്രയെത്രയോ മാറ്റങ്ങൾ എത്രയെത്രയോ ആൾക്കാർക്ക് വരുന്നു. കൃഷ്ണാട്ടം എന്ന പ്രശസ്തമായൊരു വഴിപാടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. ഇത് പലതരത്തിലും നടത്തുന്നുണ്ട്, പല കാര്യങ്ങൾക്കായിട്ടും നടത്തുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുണ്ടാകാൻ, കടം മാറാൻ, നമ്മളുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, രോഗശമനത്തിന് ഇങ്ങനെ നടത്തുന്നുണ്ട്. അതുപോലെ നാരായണീയം എന്ന ആ ഒരു ഗ്രന്ഥം ഭഗവാനെ കുറിച്ചുള്ളതാണ്. അത് വായിക്കുക. അതുപോലെ ജ്ഞാനപ്പാന വായിക്കുക. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ, അസുഖങ്ങൾ മാറാം. ഇതൊക്കെ ഭഗവാന്റെ ഒരു ആ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനിലേക്ക് അടുക്കാനും, പിന്നെ കൂടുതൽ നമ്മൾ ഭഗവാന്റെ ആ ലീലകളിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാന്റെ ലീലകളിലേക്ക് നമ്മൾ അടുപ്പിക്കുകയും മോക്ഷമാർഗത്തിലേക്ക് തന്നെ ഭഗവാൻ തന്നെ വഴി ചൂണ്ടുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കുണ്ടായ പല അനുഭവങ്ങളും, അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ചില ഭക്തർക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി പല പ്രാവശ്യം പങ്കുവച്ചിട്ടുള്ളതാണ്. ഗുരുവായൂരപ്പനെ വിചാരിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാറ്റങ്ങൾ, അതായത് നമ്മുടെ അഹങ്കാരം എവിടെ നിന്ന് തുടങ്ങുന്നുവോ അതിൻ്റെ ആ വേരോടുകൂടി തന്നെ പറിച്ചെറിഞ്ഞ് നമ്മളെ പൂർണ്ണമായും ഭഗവാന്റെ ആൾക്കാരാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഭഗവാനുണ്ട്. അത് അഹങ്കാരത്തെ ഒരിക്കലും വെച്ച് ഉറപ്പിക്കാത്ത ഒരു ഭഗവാനാണ്. അങ്ങനെയൊരു പ്രത്യേകത കൂടി ഗുരുവായൂരപ്പനുണ്ട്. തൻ്റെ ഭക്തരെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ തൻ്റെ ഭക്തർക്ക് ഒരിക്കലും അഹങ്കാരം പാടില്ല എന്ന് ഭഗവാന് ഭയങ്കര നിശ്ചയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, മോക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നത് ഭഗവാനാണല്ലോ. അപ്പോൾ മോക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾക്ക് അഹം, അതായത് എൻ്റെ എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ, എൻ്റെ ഞാൻ എന്ന അഹം എന്ന ആ ചിന്ത വരികയാണെങ്കിൽ മോക്ഷത്തിലേക്കുള്ള നമ്മുടെ വഴി തന്നെ അടയും. നമ്മളെപ്പോഴും ആ മോക്ഷം എപ്പോഴും നമുക്ക് വിദൂരമായിരിക്കും. അപ്പോൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ ആദ്യം തന്നെ ആ അഹം എന്ന ഭാവം എടുത്തു കളയുമ്പോൾ മോക്ഷത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതായത് ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ അത് മോക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു ഡയറക്റ്റ് റൂട്ടാണ്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ഭജന രാവിലെ മുതൽ, അതായത് സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടെ നടക്കുന്ന എല്ലാ പൂജകളിലും പങ്കെടുക്കുക. രാവിലെ എപ്പോൾ നട തുറക്കുന്നു, സൂര്യോദയം എന്നല്ല, നട എപ്പോൾ തുറക്കുന്നു, നട എപ്പോൾ തുറക്കുന്നോ അപ്പോൾ തുടങ്ങി നട അടയ്ക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ ശരിക്ക്. അതായത് നട തുറക്കുന്നത് മുതൽ നട അടയ്ക്കുന്നത് വരെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുക. അവിടെ എല്ലാം തൊഴുക, അവിടെ നിന്ന് തരുന്ന ഭക്ഷണം കഴിക്കുക, അവിടെ ഇരുന്ന് നാമം ചൊല്ലുക. ഇതിനേക്കാളും പരം വേറൊരു ആനന്ദം വേറെയുണ്ട്. പിന്നെ അത് നമ്മളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയും നമ്മുടെ ഒരു സംരക്ഷണം തന്നെ ഭഗവാനെ ഏറ്റെടുക്കുന്നത് പോലെ അത് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഭജന ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ ആവും, ചിലർ കൂടുതൽ ദിവസം ഭജന ഇരിക്കുന്നവരുണ്ട്. ഒരു ദിവസം ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഒരു ദിവസമൊക്കെ ചിലർ റൂം എടുത്തൊക്കെ ഭജന ഇരിക്കുമ്പോൾ, ആ ഭജന ഇരിക്കുമ്പോൾ തന്നെ പലർക്കും പലതരം മാറ്റങ്ങളും, അതുപോലെ തന്നെ അതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലൊക്കെ ഭഗവാൻ കൈത്താങ്ങായി എത്തുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. മാത്രമല്ല ഭഗവാന്റെ ഒരു വളരെ പ്രശസ്തമായ പൂജയാണ് ഉദയാസ്തമയ പൂജ.
അത് ചെയ്യാൻ കഴിയാത്തവർക്ക് അഹസ് എന്ന വഴിപാട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഈ അഹസ് വഴിപാട് ഒരുപാട് കാര്യങ്ങൾക്കായി, അതായത് സമ്പൽ സമൃദ്ധിക്കായിട്ടും അതുപോലെ തന്നെ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനും ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും എല്ലാം വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഉദയാസ്തമയ പൂജ ചെയ്യുന്നതിൻ്റെ ഫലം അഹസ് പൂജ ചെയ്താൽ കിട്ടുമെന്ന് പറയപ്പെടുന്നു. അതായത് അഹസ് പൂജ ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ അന്നത്തെ പൂജകളുടെ എല്ലാ പ്രസാദവും അതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുന്നു. നമ്മൾ അതിൽ അന്നത്തെ ആ പൂജകളൊക്കെ നടത്തുന്നതിനുള്ള ആ ഒരു ചിലവ് നമ്മൾ വഹിക്കുന്നു. അത് മറ്റുള്ളവരുടെ കൂടെ നമ്മൾ വഹിക്കുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പൂജയുടെ പ്രസാദങ്ങളെല്ലാതും നമുക്കും കൂടി കിട്ടുന്നു. എല്ലാ പ്രസാദവും കിട്ടുന്നു. എന്താണ് അഹസ് പൂജ? ഒരു തവണയെങ്കിലും ഗുരുവായൂർ വന്നിട്ടുള്ളവർ ആ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഭഗവാനെ തൊഴാനായിട്ട് പോകുമ്പോൾ ആ ആനന്ദക്കണ്ണീർ വരാതിരിക്കുക അത് വളരെ അപൂർവമാണ്. ഭഗവാനെ തൊഴാനായിട്ട് പെട്ടെന്ന് ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ കണ്ണ് നിറഞ്ഞ് വരും നമ്മുടെ ആ ഒരു സന്ദർഭം. അത് പലപ്പോഴും ഞാൻ അവിടെ വെച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റു പല ഭക്തരും കണ്ണ് നിറഞ്ഞും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഉറക്കെ ഭഗവാനെ ശരണം വിളിക്കുന്നതും അത്രയും ഭക്തിപൂർവ്വം ഒരു മനുഷ്യരുടെ ഇതുവരെയുള്ള ഈ കർമ്മദോഷങ്ങളെല്ലാതും അവിടെ തീർന്ന് ആ ഭഗവാനോട് അടുക്കാനുള്ള ഒരു വെപ്രാളം തോന്നുന്ന പോലെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ഫീലും ചെയ്യാറുണ്ട്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാവുന്ന അതായത് ഒരു കളിക്കൂട്ടുകാരനായിട്ടും കാമുകനായിട്ടും ഭർത്താവായിട്ടും അല്ലെങ്കിൽ അച്ഛനായിട്ടും കുട്ടിയായിട്ടും ഒക്കെ കരുതാവുന്ന ഒരാളാണ് ഭഗവാൻ. അതായത് ഭഗവാൻ ഏത് രീതിയിലും നമ്മുടെ മുന്നിൽ ഒരാൾക്ക്, ഒരു സ്ത്രീക്കാണെങ്കിൽ അങ്ങനെയും ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് സ്വന്തം മകനായിട്ടും അങ്ങനെ ഏത് രീതിയിലും കാണാൻ പറ്റാവുന്ന ഒരു ഭഗവാനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ വളരെ പോപ്പുലറായതും. മനസ്സ് ശാന്തമാക്കാനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വളരെ കുറച്ച് നാളത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറി നിന്ന് കുറച്ച് നാളൊന്ന് ഒരു വെക്കേഷന് പോവാണ്, ഒരു ടൂറിന് പോവാണ്, ഒരു ആത്മീയ യാത്ര പോവാണ്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഒരു ദിവസമെങ്കിലും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവിടെ ഭജന ഇരിക്കുകയാണെങ്കിൽ ആ ആത്മീയ യാത്ര നമുക്ക് സുഖമായിത്തീരും. അതായത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നെഗറ്റീവ്സൊക്കെ പോയിട്ട് പോസിറ്റീവ് വന്നു ചേരും. ഇനി വരാനുള്ള സമയങ്ങളിലേക്ക് ഭഗവാന്റെ ആ കരുതലും പ്രൊട്ടക്ഷനും കെയറിങ്ങും എല്ലാതും നമ്മൾ അവിടുന്നേ ആരംഭിക്കും. ഭഗവാൻ നമ്മളെ പിന്നെയുണ്ട് ഭഗവാന്റെ ഓരോ കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാൻ തോന്നും. അത് ഭഗവാൻ തന്നെ നമ്മളെ തോന്നിപ്പിക്കും, ഭഗവാനിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആക്കും. ഇതൊക്കെ ഭജനയ്ക്ക് പോയതുകൊണ്ട് എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യണമെന്നില്ല. ഭഗവാന് ഒരുപാട് പൈസ ഇല്ലാത്തവർ, എനിക്ക് വഴിപാട് കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ പൈസ ഇല്ലാതെ തന്നെയാവും. അങ്ങനെയുള്ളവർക്കും ഭഗവാന് വേണ്ടി ഒരു ദിവസം കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ തുറക്കുന്ന മുതൽ അടയ്ക്കുന്നവരെ അവിടെ ഇരിക്കാൻ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം നമ്മൾ കുറച്ച് മെനക്കെടുകയാണെങ്കിൽ അത് മെനക്കെടുകയെന്ന് കരുതി മെനക്കെടരുത്. അതായത് ഞാൻ മെനക്കെടുകയാണെന്ന് കരുത്, വിശ്വാസത്തോടുകൂടി ഭഗവാനിൽ വിശ്വാസമുള്ളവർ മാത്രം അങ്ങനെ പോയി അവിടെ ഇരുന്ന് നാമജപത്തിൽ ഏർപ്പെടാം. അതായത് ഭഗവാന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സംരക്ഷണവും ആ ഒരു ബുദ്ധിമുട്ടുകൾ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് ഭഗവാൻ ഏറ്റെടുത്തതായി നമുക്ക് തോന്നും. അതുതന്നെ എല്ലാം നടക്കുന്ന പോലെയും ഒക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ എത്രയോ സമയം ചെലവഴിക്കുന്നു, എത്രയോ വെറുതെ നേരം പോക്കുകൾ കളയുന്നു, എത്രയോ സ്ഥലത്ത് ടൂർ പോകുന്നു. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരുവായൂർ ഒരു ഭജനയ്ക്ക് പോകണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ യുദ്ധങ്ങളും പ്രയാസങ്ങളും എല്ലാം. പക്ഷേ അവിടെ പോയി തുടങ്ങിയപ്പോൾ പിന്നീട് പോകണമെന്ന് തന്നെയായി മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ആഗ്രഹം. അതാണ് ജീവിതത്തിൽ തന്നെ വന്ന ഒരു മാറ്റമാണത്. നമ്മുടെ ജീവിതത്തിൽ ഗുരുവായൂർ ഭജനയ്ക്ക് പോകുമ്പോൾ
എത്ര മാറ്റം ഭഗവാൻ കൊണ്ടുവരുന്നുള്ള ഒരു നമ്മൾ അത് ആദ്യം പറയുമ്പോൾ മറ്റുള്ളവർ പറയും അത് ഭ്രാന്താണോ അങ്ങനെയൊക്കെ രീതിയിൽ പറയും. പക്ഷെ അത് ഭജന ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഭജന ഒരു ദിവസമെങ്കിലും ഇരുന്നവർക്ക് അതിൻ്റെ പുണ്യം അറിയാം. അത് തീർച്ചയായും അറിയാം. ഭഗവാൻ അത് അറിയിച്ചു തരും. അതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കാര്യമില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ ചിലവഴിക്കുകയാണ്. നമ്മുടെ സമയം മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ചിലവഴിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും ചിലവാക്കണ്ട. അവിടെ വരെ പോകാനുള്ള ബസ് കൂലി മാത്രം ചിലവാക്കിയാൽ മതി. പിന്നെ നമ്മൾ അവിടെ ഭഗവാനെ നാമം ചൊല്ലിയിരിക്കുക. അവിടെ നിന്നുള്ള ഭക്ഷണം തരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. ഇതാണ് ഭജന. അപ്പോൾ ഇതൊരു ഭജനയുടെ മാത്രം ക്ലാസ്സല്ല. അതായത് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് ഭജന എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത്രയും പോപ്പുലാരിറ്റി ഗുരുവായൂർ അമ്പലത്തിന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആ മൂർത്തിയുടെ പ്രഭാവം തന്നെയാണ്. നമുക്കറിയാലോ, പാതാളാഞ്ജനം എന്ന അപൂർവ ശിലയിലുണ്ടാക്കിയ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് പോലും അറിയില്ല. അത് ദേവലോകത്തുനിന്ന് മഹാവിഷ്ണു തന്നെ കൊടുത്തയച്ചതാണെന്ന് പറയപ്പെടുന്ന വിഗ്രഹമാണ് ഈ പറയുന്ന ഗുരുവായൂരമ്പലത്തിലിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ആ വിഗ്രഹം ഇനി ഒരിക്കലും അങ്ങനൊരു വിഗ്രഹം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. അഥവാ അത് ഉണ്ടാവണമെങ്കിൽ ഇനി ഭഗവാൻ തന്നെ വിചാരിക്കണം. അത് മനുഷ്യനിർമ്മിതമല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അറിയാലോ, അത്രയും ശക്തിയുള്ള ഒരു വിഗ്രഹം അത് തന്നെയാണ് ഭൂലോക വൈകുണ്ഠമായി എന്നും ഗുരുവായൂർ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രശസ്തിയും ഇത്ര അധികമായത്. ആ ഒരു ഭഗവാന്റെ വിഗ്രഹം തന്നെയാണ്. അതായത് ഭഗവാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. മഹാവിഷ്ണു തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.